എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എൻ്റെ ലൈഫിൽ നമ്മളെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോസ്. അതിന് വേണ്ടിയിട്ട് എഴുതി. ഓക്കെ. നിങ്ങൾ പോയി ചാവ്. നിങ്ങൾ ചത്തു കഴിഞ്ഞാൽ എനിക്ക് ഗുണമാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു പണം കണ്ട് ഒരുത്തനോട് ഒളിച്ചോടിയപ്പോഴത്തേക്ക് ആണ് ഞാൻ പണം കണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് പണം വേണ്ടത്. സത്യമല്ലേ? ആണല്ലോ, സത്യമല്ലേ? അതേ ഒരു ഭാര്യ ഭർത്താവിനോട് പറയുന്നത് പണമാണ് എനിക്ക് വേണ്ടത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇതിൽ പരം എന്ത് തെളിവാണ് ഫിറോസ് നൽകേണ്ടത്? ഒരു പ്രാവശ്യം ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് അവിടെ. ഇത് പുരുഷന്മാരെ സ്ത്രീകളെ ബലമായിട്ട് ചെയ്യുക എന്നൊക്കെ പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു സ്ത്രീ ഒരു പുരുഷനെ ബലമായിട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്. ഇവിടെ സജിന റസൂൽ പൂക്കുട്ടിയെ ബലമായിട്ട് ചെയ്തു എന്ന രീതിയിലാണ് സജിന തന്നെ പറയുന്നത്. നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എന്നെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായല്ലോ കുഞ്ഞൊരു കുഞ്ഞുണ്ടായത്. അതാണല്ലോ റസൂൽക്ക നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞേക്ക് പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂൽക്ക. ഇനി എനിക്ക് അല്ലല്ല ഇനിയിപ്പോ എനിക്ക് ഇനി എനിക്ക് പറ്റത്തില്ല. ഇത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും റസൂൽ പൂക്കുട്ടിയെ പെടുത്തിയതാ. ഇത് മൊത്തം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. നാളെ ഒരുപക്ഷെ ഈ വീഡിയോ വന്നതിന് ശേഷം ഒരുപക്ഷെ ഞാൻ കൊല്ലപ്പെട്ടേക്കാം. ഹലോ, ഐ ആം മുകേഷ് യാദവ് മാധവ്. നമ്മൾ പലപ്പോഴും പറയും ഒരു സ്ത്രീക്കും ഇങ്ങനൊരു ഗതി വരരുത്, ഇല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്കും ഇങ്ങനൊരു ഗതി വരരുത് എന്ന രീതിയിലൊക്കെ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ പറയാറുണ്ട്. എന്നാൽ ഇവിടെ ഫിറോസിൻ്റെ അനുഭവം ഒരു ഭർത്താവിനും വരരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അവിടെയൊക്കെ ഫിറോസിൻ്റെ രണ്ടാമത്തെ കല്യാണമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം രണ്ടാമത്തെ വിവാഹമല്ലേ, ഇങ്ങനെയുള്ള പാളിച്ചകളൊക്കെ വരാം, തനിക്ക് പുറത്ത് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലാണ് ഫിറോസ് സജിനയുടെ പല ബന്ധങ്ങളും കണ്ടപ്പോഴും വീണ്ടും സജിനയുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോയത്. അവിടെയൊക്കെ ഫിറോസിനോട് പറയാനുള്ളത്, ഒരു പ്രാവശ്യം തെറ്റുപറ്റുകയാണെങ്കിൽ ക്ഷമിക്കാം, പക്ഷെ ആവർത്തിച്ച് തെറ്റുപറ്റുമ്പോൾ അത് ക്ഷമിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അതും ഫിറോസിനെ പോലൊരു വ്യക്തി അങ്ങനെ ചെയ്തുകൂടായിരുന്നു. നമ്മളാലും അത് തന്നെ ആവർത്തിച്ചുള്ള തെറ്റ് കാണുമ്പം പിന്നെ അവർക്ക് അവസരം കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ആ തെറ്റുകൾ അവർ വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ സജിനയ്ക്ക് ആ ഒരു ഫ്രീഡം ഫിറോസ് കൊടുത്തുകൊണ്ട് തന്നെ ആയിരിക്കണം സജിനെ അത് ദുരുപയോഗം ചെയ്ത് ആവർത്തിച്ച് പല ആയുധങ്ങളും ഉണ്ടാക്കിയത്. ആദ്യം തന്നെ അതിന് തടയിട്ടിരുന്നെങ്കിൽ ഇതിൻ്റെ കഥ ചിലപ്പോൾ വേറെ ആയി മാറിയേനെ. എന്തായാലും ഫിറോസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് പല അവിഹിത കഥകളാണ്. അത് ഒന്നിലോ രണ്ടിലോ മൂന്നിലോ ഒന്നും ഒതുങ്ങി നിൽക്കുന്നതല്ല, നിരവധിയാണ്. അതിലെ ഏറ്റവും അവസാനത്തെയാണ് റസൂൽ പൂക്കുട്ടി എന്ന് പറയാനും കഴിയത്തില്ല. റസൂൽ പൂക്കുട്ടി ഇരിക്കുമ്പോൾ തന്നെ പലരുമായിട്ട് അവിഹിതം ഉണ്ടായിരുന്നു, പല ബന്ധങ്ങളുണ്ടായിരുന്നു എന്നാണ് ഫിറോസ് ഖാൻ ഇപ്പം പറയുന്നത്. എന്തായാലും ഫിറോസ് എല്ലാ ബന്ധങ്ങളും തുറന്നു കാട്ടുന്നു എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. അതും തെളിവ് സഹിതം ഫോട്ടോ വെച്ചാണ് പല കാര്യങ്ങളും പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഫേക്ക് ആവാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഫിറോസിന് പറയാനുള്ള നമുക്കൊന്ന് കേട്ടു നോക്കാം. നാളെ ഒരുപക്ഷെ ഈ വീഡിയോ വന്നതിന് ശേഷം ഒരുപക്ഷെ ഞാൻ കൊല്ലപ്പെട്ടേക്കാം. കാരണം അത്രയും വലിയവരാണ് ഈ നിൽക്കുന്നത്. അത്രയും കള്ളക്കേസിൽ എന്നെ കുടുക്കിയേക്കാം. കാരണം അത്രയും ക്രിമിനൽ മൈൻഡുള്ളവരാണ് സജിന ഉൾപ്പെടെ. സജിന എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. ഈ 10 വർഷം ഞാൻ ജീവിച്ചപ്പോഴും എന്നെ വരട്ടാൻ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. ഒന്നുകിൽ അവൾ എൻ്റെ പേരെഴുതി വെച്ച് സൂയിസൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ മകളെ. അവിടെ ഫിറോസ് ഖാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. തൻ്റെ മകളെ ഫിറോസ് ഖാൻ പീഡിപ്പിച്ചു എന്ന തരത്തിൽ സജിന നാളെ ഒരു വാർത്തയായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ജനങ്ങൾ ഏറ്റെടുക്കും. ഫിറോസ് ഖാൻ നല്ല ഹേറ്റും ഉണ്ടായതുകൊണ്ട് തന്നെ ഫിറോസ് ഖാനെതിരെ തിരിയുകയും ചെയ്യും. കാരണം ഇതിനു മുമ്പ് സജിന ഒരു വീഡിയോ ഇട്ടപ്പോഴും പെൺകുട്ടികളോട് മോശമായിട്ടാണ് പെരുമാറുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫിറോസ് ഖാനെതിരെ നല്ല നെഗറ്റീവ് വന്നിരുന്നു. അങ്ങനെയുള്ളപ്പോൾ സ്വന്തം മകളെ പീഡിപ്പിക്കാൻ നോക്കി എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഫിറോസ് ഖാൻ്റെ അന്ത്യമായിരിക്കും. അതുകൊണ്ട് തന്നെയായിരിക്കും പാവപ്പെട്ടവൻ മിണ്ടാതിരുന്നത്. ഇതിന് പാവപ്പെട്ടവൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയിൽ നിന്നും കിട്ടാവുന്നതിൻ്റെ ഏറ്റവും വലിയ അടികളാണ് ഈ ഫിറോസ് ഖാന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പലതും പേടിച്ചായിരിക്കും ഫിറോസ് ഖാൻ ഒന്നും പറയാതിരുന്നത്. മകളെ വെച്ച് പോക്സോ ഇട്ട് തരുമെന്ന് അവൾ തെറ്റ് ചെയ്യുമ്പം ഞാൻ പിടിക്കപ്പെടുമ്പോഴും ഒക്കെ അവൾ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അത്രയും ക്രിമിനൽ മൈൻഡാണ്. ഏതറ്റം വരെ വേണമെങ്കിലും വിജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും സജിന പോകും. ഇവിടെയൊക്കെ സജിന വിജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകുമെന്ന് ഫിറോസ് ഖാൻ പറയുമ്പോഴും നമ്മൾ ചിലപ്പം പലരും വിശ്വസിക്കത്തില്ല. കാരണം എന്താണ്, തെളിവുകളില്ലല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷേ ഫിറോസ് ഖാൻ കൊണ്ടുവന്ന തെളിവുകൾ നമ്മൾ കേൾക്കുമ്പോഴാണ് ഞെട്ടിപ്പോകുന്നത്. ഒരു ഭർത്താവിനും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവരുതേ എന്നുള്ള രീതിയിൽ തന്നെയാണ് പലർക്കും തോന്നുന്നത്. അവിടെയൊക്കെ സജിന പറഞ്ഞ കുറേ കഥകളുണ്ടായിരുന്നു. ആദ്യം ഗർഭിണിയാണെന്ന് പറഞ്ഞ് സ്റ്റോറി ഇട്ടു, പിന്നെ ഗർഭിണി അല്ല എന്ന് പറഞ്ഞു. അതെല്ലാം ഹാക്ക് ചെയ്തതാണ്, നിങ്ങൾ കേരളത്തിലുള്ള ജനങ്ങൾ വിശ്വസിക്കണം, എൻ്റെ റസൂൽ അണ്ണൻ ഒരു സഹോദരനെ പോലെയാണ്, എനിക്ക് അദ്ദേഹത്തെ മോശമാക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് പറഞ്ഞ സജിന, ആ സജിന ഗർഭിണിയായിരുന്നു എന്നുള്ള രേഖകളാണ് ഫിറോസ് ഖാൻ ഇവിടെ വയ്ക്കുന്നത്. അതിൽ നിന്ന് തന്നെ സജിന പറഞ്ഞത് പലതും തെറ്റായിരുന്നു, ആരെയോ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി ചെയ്തതായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെ കണക്കാക്കണം. എന്തായാലും അതിനുള്ള തെളിവ് ഫിറോസ് ഖാൻ നൽകുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ നമ്മൾ മെഴുകിയാലും
പ്രപഞ്ചനീതി, ദൈവനീതി എന്നൊക്കെ പറഞ്ഞ ചില സാധനങ്ങളുണ്ട്. അത് സത്യങ്ങൾ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഒരു എളുപ്പമില്ലാതെ ഇങ്ങനെ പച്ച കള്ളം അടിക്കടി മാറ്റിപ്പറഞ്ഞ് ജനങ്ങളെപ്പോലും വിഡ്ഢികളാക്കാൻ കാണിക്കുന്ന ഈ ഒരു മനസ്സ്. അപ്പോൾ എന്തായിരിക്കും 10 വർഷമായിട്ട് ഞാൻ കൂടുതലപ്പോൾ എന്നെ പൊട്ടനാക്കിക്കൊണ്ടിരുന്നത്. സമ്മതിച്ചു കൊടുക്കണം, ഫിറോസ് ഖാനെ സമ്മതിച്ചു കൊടുക്കണം. കാരണം വേറൊരാളാണെങ്കിൽ ഇതൊക്കെ നടക്കുമെന്ന് അറിയത്തില്ല. ചിലപ്പം ഭാര്യയും കൊന്നിട്ട് വേറെ എന്തെങ്കിലും ചെയ്താനെ. ആ രീതിയിലുള്ള അനുഭവങ്ങളാണ് ഫിറോസ് ഖാൻ കിട്ടിയത്. ഇതിപ്പോൾ ഫിറോസ് ഖാന് മറ്റുള്ളവരെ ഗർഭം എന്താണെന്ന് നോക്കാനും ഇല്ലെങ്കിൽ സജിനയുടെ കാമുവിൻ്റെ പുറകെ നടക്കാനും ഇതിനൊക്കെയുള്ള സമയമേ കാണത്തുള്ളൂ. ഇതിപ്പോൾ ഫിറോസ് ഖാൻ സജിനയെ ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. ചില ഭർത്താക്കന്മാരായിരുന്നെങ്കിൽ ചിലപ്പം ഇതൊന്നും അല്ലായിരുന്നു സ്ഥിതി. കാരണം അങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നത്, പക്ഷെ മാനസിക നില തെറ്റുമ്പോൾ പലതും ചെയ്തു പോകും. ഇവിടെ സജിനയുടെ വിശ്വരൂപം, സജിന എന്തായിരുന്നു? നമ്മളിപ്പോൾ കോഴി എന്നൊക്കെ പറയാം, ഇതിനെ കോഴി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനെ പുതിയ എന്തെങ്കിലും പേരിട്ട് മാത്രമേ വിളിക്കാൻ കഴിയത്തുള്ളൂ. കാരണം ഫിറോസ് പറഞ്ഞതിനനുസരിച്ചാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ഭർത്താവിന് സഹിക്കാൻ കഴിയുമോ എന്ന തോന്നൽ ഉണ്ടായിപ്പോവും. ആ രീതിയിലാണ് ഫിറോസ് കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും നമുക്ക് എല്ലാം ഒന്ന് കേട്ടു നോക്കാം. സജിനയ്ക്കറിയാം ഈ മോളെ കാണാതെ ഞാൻ ഉണ്ടായിരുന്ന എൻ്റെ ഡിപ്രഷൻ. 2 വർഷം ഈ ഞങ്ങൾ പിരിഞ്ഞ് സെപ്പറേറ്റ് ആയതിനു ശേഷം 2 വർഷം ഡിപ്രഷനിലായിരുന്നു. അങ്ങനെ ആ സമയത്താണ് 2 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഞാൻ സജിന എൻ്റെ ഫേസ്ബുക്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു. കാരണം എൻ്റെ വേറെ ഫ്രണ്ടുണ്ട് നിയാസ് എന്ന് പറഞ്ഞിട്ട്, ഇവളുടെ വീടിന് തൊട്ടടുത്ത. ഞങ്ങൾ ഏകദേശം ഞാനും സജിനയായിട്ടുള്ള വീടിൻ്റെ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഒരു 5-6 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ സജിനയുടെ വീടിന് തൊട്ടടുത്തുള്ളത് നമ്മുടെ ഒരു അകന്ന ബന്ധുവാണ്, നിയാസ് എന്ന പേര്. അപ്പോൾ അവൻ എൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ പല പ്രോഗ്രാമിലും ഡേഞ്ചർ സ്പേസിൽ ഉൾപ്പെടെ ഞാൻ ചാൻസ് കൊടുത്തിട്ടുള്ള പയ്യനാണ്. അങ്ങനെ അവൻ വഴി മ്യൂച്വൽ ഫ്രണ്ടായിട്ട് സജിന എനിക്ക് റിക്വസ്റ്റ് അയച്ചു. അതിനകത്ത് ഇവളുടെ അഭിനയമോഹമായിരുന്നു ഇവളുടെ പ്രധാനത. അങ്ങനെ എന്നെ പരിചയപ്പെട്ടു. അഭിനയത്തെക്കുറിച്ച് അവൾ പറഞ്ഞു എന്തോ ടെലിഫിലിമിലൊക്കെ അഭിനയിക്കാൻ പോയി, ചാൻസ് കിട്ടിയില്ല, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പുകൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഞങ്ങളങ്ങനെ കോൺവെർസേഷനായി, നല്ല അടുപ്പമായിട്ട്. ഞാനങ്ങനെ സജിനയുടെ ഓഫീസ്, അതായത് സജിന അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കമ്പനിയിൽ റിസപ്ഷനിസ്റ്റായിട്ട്. നമ്മൾ അവിടെ ചെന്ന് ഇവിടെ ഞാൻ കാണുന്നു, അങ്ങനെ പരിചയം, പ്രണയത്തിലാകുന്നു. അപ്പോൾ ഇവളുടെ ജീവിതകഥ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എൻ്റെ കഥ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു 2 വർഷവും, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അവൾ തിരിച്ച് അവളുടെ കഥ എൻ്റെ അടുത്ത് പറഞ്ഞത് 17ാമത്തെ വയസ്സിൽ അവൾ മറ്റൊരു മതസ്ഥൻ്റെ കൂടെ ഒളിച്ചോടി. എന്നിട്ട് അവിടുന്ന് 1 വർഷം കൊണ്ട് കഴിഞ്ഞപ്പോഴോ അങ്ങനെ അവർ വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ആ പയ്യനെ മതം മാറ്റിയിട്ട് അവർ ലീഗലി വിവാഹം കഴിപ്പിച്ച് കൊടുത്തു. അങ്ങനെയൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അതിലൊരു മോള് സജിനയ്ക്കുണ്ട്. അങ്ങനെ അവർ പിരിയാൻ കാരണം അദ്ദേഹം മദ്യപിച്ചിട്ട് എന്നും വന്ന് അദ്ദേഹം എടുത്തിട്ട് അടിക്കും, കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിടാൻ പോയി. ഇങ്ങനെയൊക്കെയുള്ള കഥയാണ് ആ വ്യക്തിയെക്കുറിച്ച് സജിന എന്നോട് പറഞ്ഞു തന്നത്. എനിക്കല്ലാതെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയുന്നില്ല. അപ്പം ലാസ്റ്റ് ഞാനും സജിനയെ അങ്ങനെ വിവാഹം കഴിക്കാനുള്ളൊരു പ്രോസസ്സിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഞാൻ ഈ നിയാസിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുന്നു, സജിന ഇങ്ങനെ, കാരണം അവൻ്റെ എനിക്ക് അത്ര അടുത്തറിയാവുന്നതാണ്. അപ്പോൾ സജിനയ്ക്ക് അടുത്തറിയാവുന്ന, സജിനയുടെ വീട്ടിൽ വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളതാണ്. അപ്പോൾ അവനോട് ഞാൻ ചോദിക്കുന്നുണ്ട്, മോനെ എങ്ങനെയുണ്ട് പിന്നെ സജിനയെ ഞാൻ വിവാഹം കഴിക്കാൻ പോകണം, എന്തൊക്കെയാണ് കാഷ്വലി ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ ഇവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒന്ന് ഫോണൊന്ന് കട്ട് ചെയ്യുക, ഫോണിൽ വിളിച്ച് ചോദിച്ചത്. ഞാനൊരു തിരിച്ച് പറയാൻ തൊട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് വിളിച്ചിട്ടുണ്ട്. ഞാൻ കുഴപ്പമില്ല, ഞാൻ സംസാരിച്ച് നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിവാഹം കഴിച്ചൊരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവളുടെ മൊബൈലിൽ നിന്ന് എനിക്ക് കുറച്ച് ചാറ്റുകൾ കണ്ടു. അത് ഈ നിയാസും ഇവളുമായിട്ടുള്ള കോൺവെർസേഷനാണ്. അപ്പം കഥ ഇതാണ്. എന്നോട് ചിലരെൻ്റെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു ഓൾറെഡി ഈ നിയാസും ഇവളുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നുള്ള ആ ഏരിയയിൽ തന്നെയുള്ള ചില എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു. പക്ഷെ ഞാനന്നത് വിശ്വസിച്ചില്ല. അപ്പോൾ ഈ ചാറ്റിനകത്ത് വളരെ മോശമായിട്ടുള്ള ചാറ്റ്, അത് ഒരു ഭർത്താവും കാണാൻ പാടില്ലാത്ത രീതിയിലെ ചാറ്റുകളും. അപ്പോൾ അതിൽ നിന്ന് തന്നെ തെളിഞ്ഞു ഇവരുടെ പഴയ ജീവിതത്തിൻ്റെ കാര്യങ്ങളും ഇവരുടെ പ്രണയത്തിൻ്റെ കാര്യങ്ങളും. അപ്പോൾ അതൊരു നല്ല ഷോക്കുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ട് അന്ന് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ എനിക്ക് ഡിവോഴ്സ് വേണം, നമുക്ക് പിരിയാം, ഇതൊരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഇവള് പല രീതികളുടെ കരഞ്ഞ് അഭിനയിക്കുന്നു, എല്ലാം കാര്യം ഞാൻ പറ്റില്ലെന്ന് ഉറപ്പിച്ച് തന്നെ ഞാൻ പറഞ്ഞു. കാരണം ഒന്നാമത്തെ ജീവിതം അങ്ങനെയായി, രണ്ടാമത്തെ ജീവിതം എടുത്തത് എനിക്ക് ഇനിയിപ്പോൾ ഒരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. ഇവിടെ ഫിറോസ് ഖാൻ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ സജിനയുടെ കാമുകൻ്റെ അടുത്ത് തന്നെ പോയി ചോദിച്ചു സജിന എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എന്താണ് കാമുകൻ പറയുന്നത്? കൊള്ളാം ഫിറോസ് ഏട്ടൻ, നല്ല കുട്ടിയാ, ഫിറോസ് ഏട്ടൻ കെട്ടിക്കുമെന്ന്. അതാണ് ഫിറോസ് ഖാൻ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. പിന്നെ നാട്ടുകാരുടെ അടുത്തൊക്കെ പോയി ചോദിച്ചിരുന്നു. അപ്പോൾ നാട്ടുകാരൊക്കെ പല കാര്യങ്ങളും പറഞ്ഞിരുന്നെങ്കിലും അതൊന്നും വിശ്വസിച്ചിരുന്നില്ല. കാരണം സജിനയും ഈ വ്യക്തിയുമായിട്ട് അടുപ്പമുണ്ടായിരിക്കാം, അത് തെറ്റിദ്ധരിച്ച് ആളുകൾ എടുത്തിരിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കാം ഫിറോസ് ഖാൻ വിശ്വസിച്ചത്. എന്തായാലും ഫിറോസ് ഖാൻ്റെ വിശ്വാസം തെറ്റി സജിനയുടെ ആദ്യത്തെ അവിധം തന്നെ തെളിയുകയാണ് ഉണ്ടായത്. ഒരുപക്ഷെ അവിടെയൊക്കെ ഫിറോസിന് വിനയായത് സജിനയുടെ അഭിനയമായിരിക്കാം. സജിന അഭിനയിച്ച് വലിപ്പിച്ച് ഫിറോസ് വീണ്ടും ആ ബന്ധത്തിൽ തുടർന്നു. കുഞ്ഞിന് 2 വയസ്സായി. അങ്ങനെ കുട്ടിയൊക്കെ ആയതിനു ശേഷം നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ട് വേറെ ഫ്ലാറ്റിലേക്ക് താമസമായി.
അവിടുന്ന് തൊട്ടടുത്ത ഫ്ലാറ്റിൽ ഒരു സിനിമയുമായി ഈ ആൽബങ്ങൾ സിനിമയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഹസ്ബൻഡ് അസോസിയേറ്റ് ഡയറക്ടറാണ്, ഇവർ അസിസ്റ്റൻ്റായിട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ഇവർ മലപ്പുറത്ത് ഒരു ആൽബത്തിൻ്റെ വർക്കുമായിട്ട് അപ്പോൾ ആ സമയത്ത് കണക്റ്റഡായിട്ട് നിൽക്കുന്നതാണ്. ഞങ്ങളെ വീടുമായിട്ട് നല്ല അടുപ്പമായി ഈ രണ്ടുപേരും. അങ്ങനെ സജിനയുടെ ഈ അഭിനയമോഹം കാരണം സജിന അവരുടെ അടുത്ത് ആ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ അവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായി. അങ്ങനെ ഈ ആൽബത്തിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് സജിനയെ മലപ്പുറത്ത് കൊണ്ടുപോവുകയാണ്. മലപ്പുറം ഒരു പുതുക്കാട് അങ്ങനെ പറഞ്ഞ സ്ഥലത്ത്, കോട്ടയ്ക്കൽ പുതുക്കാട് എന്നുള്ള സ്ഥലത്ത് കൊണ്ടുപോകണം. അവരവിടെ ആൽബം പോകുന്നു. അപ്പോൾ ഒരു ആൽബത്തിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഇവർ വരുന്നു ഒരാഴ്ച ഒക്കെ അവിടെ കാരണം ഒരു പാട്ടിനൊക്കെ ഒരാഴ്ച എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്കെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണത്തു. അങ്ങനെ സജിന വരുന്നു. ഞാൻ ഈ മൊബൈലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നു. ആദ്യമൊന്നും കണ്ടില്ല, പക്ഷേ പയ്യെ എനിക്ക് മനസ്സിലായി അതിനകത്ത് അതിൻ്റെ ഡയറക്ടറുമായിട്ട് സജിന പ്രണയത്തിലാണെന്നുള്ളത്. അങ്ങനെ ഞാനത് പിടിക്കുകയാണ്. അത് ഷാനിഫ് ഐരൂർ എന്നാണ് അവൻ്റെ പേര്. ഗുഡ് ഈവനിങ്, ഷാനിഫ് ഐരൂരാണ്. ഒരു പ്രൊജക്റ്റിൻ്റെ ലൊക്കേഷനിലാണ് എല്ലാവരും ഉള്ളത്. ഒരുപാട് പ്രത്യേകത നിറഞ്ഞിട്ടുള്ള ഒരുപാട് ഇവിടെ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയായിരിക്കണം ഫിറോസ് ഖാൻ കല്യാണം കഴിച്ചത്. ഫിറോസ് ഖാൻ പിന്നെ അങ്ങോട്ട് പരിപാടികളോ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം പല വഴികളും സജിന തേടിയത്. അതിൽ പിന്നെ അങ്ങോട്ട് അവീതങ്ങളായിരുന്നു. അതായത് ഫിറോസ് പറയുന്നതിൻ്റെ തൊട്ട് ഒരു ആൽബം ഷൂട്ടൊക്കെ ഒരാഴ്ചയ്ക്ക് മേൽ അതിനപ്പുറം എടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ എന്തോ ഫിറോസിനെ പോലുള്ളവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. അവിടെ ഫിറോസ് അറിയുന്ന സജിനയുടെ രണ്ടാമത്തെ അവീതം. ഇത് ഫിറോസിന് മാത്രം അറിയാവുന്ന രണ്ടാമത്തെ അവീതം എന്നേ പറയാൻ കഴിയത്തുള്ളൂ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നൊന്നും ഫിറോസിന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് കറൻ്റ്ലി ഫിറോസിന് അറിയാവുന്ന രണ്ടാമത്തെ അവീതമാണ് ഇതെന്ന് പറയാം. അങ്ങനെ ഷാനിഫ് ഐരൂരെ ഞാൻ വിളിക്കുന്നു. ഞാൻ വിളിച്ച് അവൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ വലിയ വിഷയമാകുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഇപ്പം ഞാനുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നത്, അവൾ ഇങ്ങോട്ട് വന്നതാണ് കാര്യങ്ങൾ. അവൻ കുറേ ഗ്ലോറിഫൈ ചെയ്ത് അവൻ്റെ കാര്യങ്ങൾ പറയുന്നു. അതങ്ങനെ ഒരു സംഭവമായിട്ട് അതൊരു വല്ലാത്ത സ്റ്റേജായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞിട്ടും ഇവൾ പിന്നെ ഈ സജിനയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പേടിയോ നാണോ മാനോ അങ്ങനെയുള്ള സാധനമൊന്നുമില്ല. ഏതറ്റം വരെ വേണമെങ്കിലും തൻ്റെ വിജയത്തിന് വേണ്ടി പോകും. താൻ എന്തിഷ്ടപ്പെടുന്നോ അത് നടത്താൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകും. ഇനി അവൾക്കൊരു അപ്പം ആ പ്രണയം പോലും അവൾ പറഞ്ഞാൽ ഞങ്ങൾ ചിലപ്പോൾ ഒളിച്ചോടും, നിങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ തിരിച്ചു വരട്ടാൻ തുടങ്ങി. അപ്പം ഞാൻ കുഞ്ഞുണ്ട്, ആ കുഞ്ഞ് 2 വയസ്സോളമായിട്ടുള്ള മകനാണ്. പിന്നെ അത് കൂടാതെ എൻ്റെ സെക്കൻഡ് മാരേജാണ്. പിന്നെ ആ സമയമായപ്പോഴത്തേക്ക് ഓൾറെഡി ഇത്രയും 2 വർഷത്തോളം 2.5-3 വർഷമായില്ലേ ഞങ്ങൾ ജീവിച്ചു തുടങ്ങിയിട്ട്. ഞാൻ സജിനയുമായിട്ട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റിലേക്ക് വന്നു. പക്ഷെ തിരിച്ചത് ഉണ്ടായിരുന്നില്ലെന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഫിറോസ് ഖാൻ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്. അതുകൊണ്ട് തന്നെ സജിനയുടെ വലയിൽ വീണു എന്ന് തന്നെ പറയാം. പക്ഷെ സജിനയ്ക്ക് അതില്ലായിരുന്നു. ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ടതും അത് തന്നെയാണ്. സജിനയ്ക്ക് ഒരു കുറ്റബോധവും ഇല്ല. താൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ, ഫിറോസ് ഖാൻ എന്ന് പറയുന്ന തൻ്റെ ഭർത്താവിനോട് താൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു കുറ്റബോധവും സജിനയ്ക്കില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം സജിന ഇതൊരു സ്ഥിരം പരിപാടിയാക്കി മാറ്റിയത്. അവിടെ പല ഇൻ്റർവ്യൂവിലും പറയുന്നവരുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. എന്നാൽ സജിന തന്നെ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് അത് തന്നെയാണ്, ഞാൻ പണത്തിന് വേണ്ടിയും എൻ്റെ ആഗ്രഹങ്ങൾക്കും വേണ്ടിയാണ് ജീവിക്കുന്നത്. പലരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷെ നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ കൊടുക്കുന്നൊരു കരാറുണ്ട്. അതിൽ പോലും ഒരു കുറ്റബോധം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ സജിനയ്ക്ക് പിന്നെ എന്താണ് കുറ്റബോധം? ഒരു കുറ്റബോധവും ഒന്നിനോടും കാണത്തില്ല. ഇതിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഷാനിഫ് ഐരൂർ അതിൻ്റെ ഡയറക്ടറായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പ്രൊഡ്യൂസർ നജീം കല്ലറ പാകിസ്ഥാൻ മുക്കിലുള്ള ഒരുത്തനാണ്. അവനാണ് ഈ ആൽബത്തിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അവൻ ഈ മലപ്പുറത്ത് വന്ന് കോട്ടയ്ക്കൽ പുതുക്കാട് വന്ന് സെറ്റിലായിരിക്കുകയാണ്. ഇങ്ങനെ ഈ സ്ഥിരം ഇങ്ങനെ ആൽബം ചെയ്യുന്ന ഓരോ പെൺപിള്ളേരെ കൊണ്ടുവന്നു ഇങ്ങനെയൊക്കെ ആൽബം ചെയ്യുന്നവർ ഒരു ടീമാണ്. അങ്ങനെ ഇവനെന്തോ അവൻ്റെ ബാങ്കിൽ 1 കോടി രൂപ കിടപ്പുണ്ട്, ഇവനിപ്പോൾ ആരുമില്ല ഇവന് അതൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ഥിരം ചില ടീമുകൾ അടിക്കുന്ന നാടക ഡയലോഗ് ഉണ്ടല്ലോ, അതൊക്കെ അടിച്ച് ഇവന് ഒരു സ്നേഹത്തിന് വേണ്ടി കുതിക്കുന്നതാണ്. മറ്റേ പൈങ്കിളി സാധനങ്ങൾ ഇതൊക്കെ അടിച്ചിട്ട് ഇവളുമായിട്ട് കണക്റ്റഡ് ആകുന്നു. അവസാനം ഒരു സുപ്രഭാതത്തിൽ സജിന ഇവൻ്റെ കൂടെ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. അത് എനിക്ക് സത്യത്തിൽ ഞാൻ മരിക്കണോ വേണ്ട എന്നുള്ള സിറ്റുവേഷനാണ്. കാരണം ഈ കുഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇവരെ ഉറപ്പായിട്ട് അതിനുള്ള പ്രതികാരം ഞാൻ മീറ്റ് ചെയ്യണം. പക്ഷേ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടും എനിക്ക് വല്ലാത്തൊരവസ്ഥയുണ്ട്, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്നിട്ട് സജിനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ അന്നേരം ഈ നജീബിനെ വിളിക്കുന്നുണ്ട് പല പ്രാവശ്യങ്ങളിൽ. അപ്പോൾ ഇവർ ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ലീഗലി പോകാതിരിക്കാൻ വേണ്ടി ഒരു വിചിത്രമായ
ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കി അത് വീഡിയോ എടുത്തിട്ട് എനിക്ക് ആ വീഡിയോ ഇട്ട് തന്നു. 8 വർഷങ്ങൾക്ക് മുന്നേ അയച്ച ആ വീഡിയോ ആണ്. അതൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴും അത് iCloud-ലുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. പിന്നെ ചിരിക്കല്ലേ, ഇതാരുടെ ഇഷ്ടത്തിലാണോ ചെയ്യണം? എൻ്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ഞാൻ ചെയ്യിക്കുന്നത്. ഫിറോസിനൊപ്പം ജീവിക്കുമേ? ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഫിറോസിനോട് ജീവിക്കാൻ. ഒക്കെ വട്ടുണ്ട ചോദിച്ചാൽ നമ്മളാരും പ്രേരിപ്പിച്ചല്ലേ? എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എൻ്റെ ലൈഫിൽ നമ്മളെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോസ്. അതിന് വേണ്ടിയിട്ട് എഴുതി. ഓക്കെ, നീ എന്തെങ്കിലും അതായത് നാളെ ഒരു ലീഗൽ ഇഷ്യൂ വന്നാൽ അവൻ സേഫ് ആവാൻ വേണ്ടിയിട്ടാണ് അവൻ അത് പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും. അത് നിൻ്റെ ഇഷ്ടപ്രകാരമാണോ ഇത് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് സേഫ് ആവുള്ള ഒരു എഗ്രിമെൻ്റാണ് തയ്യാറാക്കിയത്. ഇവിടെ ആലോചിക്കേണ്ടത് ഒരു കുഞ്ഞിനെ ഇട്ടിട്ടാണ് പോയത്. ആ ചിരിയൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു കുറ്റബോധവും ഇല്ലാത്ത ചിരി. ആൽബം ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് പോയതാ. ആദ്യം സംവിധായകൻ, പിന്നെ നിർമ്മാതാവ്, ഇനി നമ്മളറിയാത്ത എന്തെങ്കിലും കഥകളുണ്ടോയെന്നും അറിയത്തില്ല. ഇവിടേക്ക് ഈ തെളിവുകളൊക്കെ ഫിറോസ് വെച്ചിട്ടായിരുന്നു ഒരു കാര്യം പോലും തുറന്നു പറയായിരുന്നത്. ഒരുപക്ഷെ എങ്ങനെയെങ്കിലുമൊക്കെ നടന്നു പൊയ്ക്കോട്ടെ, ഈ ജീവിതവും ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കോട്ടെ എന്നുള്ള വിചാരമുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും ഫിറോസ് ഖാൻ ഇങ്ങനെ ക്ഷമിച്ച് നടന്നത്. പക്ഷേ അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ തെറ്റ്. ഫിറോസ് ഖാൻ ചെയ്ത തെറ്റ് അത് തന്നെയായിരുന്നു. ഒരു ഭാര്യയ്ക്ക് ഇങ്ങനെ അവീതങ്ങൾ ഉണ്ടാക്കാനുള്ള കുട പിടിച്ചു കൊടുക്കുന്നു എന്ന രീതിയിലായിരുന്നു ഫിറോസ് ഖാൻ അവിടെ ക്ഷമിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. ഇവിടെ ഫിറോസ് ഖാനെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഫിറോസ് ഖാൻ്റെ ക്ഷമ അവർക്ക് വീണ്ടും ഒരു അവസരമായി. അത് ഉപയോഗിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി. അതുകൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചത്. ഇവിടെയൊക്കെ ഞാൻ ജീവിക്കുന്നത് എൻ്റെ കുട്ടികൾക്കും എൻ്റെ ഉമ്മയ്ക്കും വേണ്ടിയാണ്. ഞാൻ അവർക്ക് വേണ്ടി ഇതെല്ലാം പൊരുതി മുന്നോട്ട് പോകും. ആരെന്നെ നശിപ്പിക്കാൻ നോക്കിയാലും ഞാൻ സമ്മതിക്കത്തില്ല എന്നുള്ള രീതിയിലൊക്കെ കരഞ്ഞ് പിഴിഞ്ഞ് ഒരു വലിയ റോൾ മോഡലാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് ഇവർ വന്ന് പറഞ്ഞത്. പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇതിൽ ആരായിരുന്നു കുഴപ്പമെന്ന്. ഇത് കുഴപ്പമെന്നല്ല പറയുന്നത്. ഇങ്ങനെയൊക്കെ ഒരാവർത്തി സംഭവിച്ചെന്നിരിക്കാം, പോട്ടെ 2 ആവർത്തി എന്നൊക്കെ പറയാം. ഇത് തുടർ പരമ്പരയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നാളെയും നടക്കുമെന്ന് അറിയത്തില്ല. ആ രീതിയിലാണ് ഇക്കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പക്ഷേ എനിക്ക് ആ സമയമൊക്കെ ഇവളുടെ അടുത്ത് ഇവളീ തെറ്റുകളൊക്കെ ചെയ്യുന്നെങ്കിലും ഞാൻ ഇവിടെ കൂടെ ചേർക്കുകയാണ്. കാരണം എനിക്ക് അത്രമാത്രം ഒരു സ്നേഹമാണ്. ഈ ചിലർ ഇനി എത്ര വലിയ തെറ്റുകൾ ചെയ്താലും നമ്മൾ മാപ്പ് കൊടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ അവരോട് അത്രമാത്രം നമ്മൾ സ്നേഹിച്ചു. വേദനയോട് കൂടിയാണെങ്കിലും നമ്മൾ അവരെ ചേർത്ത് നിർത്തും. കുറച്ച് പേരെങ്കിലും അങ്ങനെ ഉണ്ടാകും. ഇപ്പോൾ ഈ കാണുന്ന നിങ്ങളിൽ തന്നെ ചിലർ എന്നെ ഒരുപക്ഷെ ഇവൻ എന്തിനും ഒന്നയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഒരു അനുഭവം വന്നപ്പോഴത്തേക്ക് കളഞ്ഞൂടെ എന്ന് ചോദിക്കാം. പക്ഷേ കുറച്ച് പേർക്കെങ്കിലും എൻ്റെ ഈ ഫീലിങ്സ് മനസ്സിലാവും. നമ്മൾ അത്രമേൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ തെറ്റ് ചെയ്താൽ അവരെ കളയാൻ പറ്റില്ല. ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ അറ്റാച്ചായി, പ്രത്യേകിച്ച് കുഞ്ഞും കൂടി ഉണ്ടായതുകൊണ്ട്. അങ്ങനെ 3 മാസം അവർ ജീവിച്ചിട്ട് ലാസ്റ്റ് അവനൊരു ഫ്രോഡാണെന്നുള്ളത്. കാരണം അവൻ വണ്ടിയുടെ പരിപാടികൾ അതായത് റെൻറ്റ് വണ്ടികൾ എടുത്തിട്ട് അതിൻ്റെ മേളിൽ വേറെ റെൻറ്റ് വെച്ച് അങ്ങനെയുള്ള ഉടായ്പ ബിസിനസ്സൊക്കെയാണ് അവൻ ചെയ്യുന്നതും. കംപ്ലീറ്റ് ഇല്ലീഗൽ ബിസിനസ്സുകളാണ്. അവന് കാക്കനാട് ജയിലിൽ കുറച്ച് നാൾ കിടന്നു. പിന്നെ അത് കൂടാതെ നമ്മുടെ കണ്ണൂർ ജയിലിൽ അവൻ കുറച്ച് നാളുണ്ടായിരുന്നു. അങ്ങനെ ഒരു വല്ലാത്ത പക്ക ഫ്രോഡായിട്ടുള്ള ഒരുത്തനാണ്. അങ്ങനെ അവൻ്റെ ഫ്രോഡ് ക്യാരക്ടറൊക്കെ സജിനയ്ക്ക് മനസ്സിലായിട്ട് ലാസ്റ്റ് എൻ്റെ അടുത്ത് വിളിക്കുന്നു. ഞാൻ വരും, എനിക്ക് നിങ്ങളില്ല പറ്റില്ല, എന്തായാലും ഞാൻ വരും, നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം സത്യത്തിൽ എനിക്ക് സന്തോഷമായി ഇവിടെ വരുമെന്ന് പറയുമ്പോൾ. കാരണം കുഞ്ഞൊക്കെ ആ സമയത്ത് വല്ലാത്തൊരു സ്റ്റേജിലായിരുന്നു. ഈ സജിനയുടെ മകളില്ലേ, ഈ മകൾ ആക്ച്വലി സജിനയുടെ ഉമ്മയുടെ കൂടെയാണ് നിൽക്കുന്നത്. അത് ഈ 2 കുഞ്ഞുങ്ങളെ ഇവൾ പ്രസവിച്ചു എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ പാല് കൊടുത്തു എന്നുള്ളതല്ലാതെ ഇവരുമായിട്ട് അങ്ങനെ വലിയ കമ്മിറ്റ്മെൻറ്റോ എല്ലാവരുടെ മുന്നിലും വീഡിയോയിലൊക്കെ എന്ന് പറയും എൻ്റെ ഉമ്മയാണോ വലുത് എൻ്റെ 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അത് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. അവളുടെ സുഖം തന്നെയാണ് അവൾക്ക് വലുത്. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സജിന വീഡിയോയുടെ മുമ്പിൽ പറയുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒക്കെ ഞാൻ ജീവിക്കും, ഞാൻ നിലകൊള്ളുമെന്നാണ്. പക്ഷേ ഇത് കാണുന്നത് നമുക്ക് മനസ്സിലാവും കുഞ്ഞിന് വേണ്ടിയൊന്നുമല്ല, സ്വന്തം സുഖത്തിന് വേണ്ടി. അത് ഏതൊക്കെ തരത്തിലുള്ള സുഖങ്ങൾ കിട്ടിയാലും അതിൻ്റെ പിന്നാലെ പോകുന്നൊരു വ്യക്തി. അതാണ് സജിന. അവിടുന്ന് ഈ നജീബിൻ്റെ അവിടുന്ന് സജിന അവൻ്റെ ഫ്രോഡ് സ്വഭാവങ്ങൾ മനസ്സിലാക്കിയിട്ട് വരികയാണ്. ഈ വരുമ്പോൾ അന്ന് 2018 ഫ്ലഡ് ടൈമാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ പലയിടത്തും മരങ്ങൾ വീണ് കിടക്കുന്നു ഒക്കെ. എന്നിട്ട് എത്തിച്ചേരാൻ തന്നെ ഈ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്ന് എത്തിച്ചേരാൻ 3 ദിവസം എടുത്തു. അപ്പം ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇവൾക്ക് വേണ്ടി ഇങ്ങനെ കാത്ത്. അപ്പോൾ കുഞ്ഞിനും വല്ലാത്തൊരവസ്ഥയില്ലേ, 2 വയസ്സുള്ള കുഞ്ഞല്ലേ. അപ്പോൾ അവനെന്ന് പറഞ്ഞാൽ ഈ 2 പേരെയും ഇഷ്ടമാണ്. എന്നെ അവളെയും തള്ളയും തന്തയല്ലേ ഭയങ്കര ഇഷ്ടമാണ്.
അപ്പം ഞങ്ങളുടെ നടുക്ക് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു കുഞ്ഞായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവൾ വിളിക്കുന്നു, ട്രെയിനിൻ്റെ ആംബിയൻസ്, അതിനകത്ത് മറ്റേ വടേ എന്നൊക്കെയുള്ള സൗണ്ട്. അപ്പോൾ ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പറയുന്നതിനകത്ത് വടയെന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് അവൾ വന്നിട്ട് ഈ നജീബിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അവൻ പക്ക ഫ്രോഡാണെന്ന് എനിക്കറിയാവുക, പക്ഷെ എന്നാലും എന്തോ അവൻ്റെ അടുത്ത് എനിക്ക് സ്നേഹമുണ്ട്, അതങ്ങോട്ട് പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ സജന ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ അന്ന് വന്നത് കാറിലാണ്, നജീബിക്ക എന്നെ കാറിൽ നിൽക്കുന്നു, എന്നെ കാറിൽ കൊണ്ടാക്കിയതാണ്. ഞാൻ ചോദിച്ചു, അതിന് നീ ട്രെയിനിലാണല്ലോ വന്നിട്ട് ആംബിയൻസൊക്കെ ഞാൻ കേട്ടില്ലേ? അത് നജീബിക്ക ഭയങ്കര ബുദ്ധിമാനാണ്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അതായത് കാറിനകത്ത് യൂട്യൂബിൽ നിന്ന് അതിൻ്റെ പ്ലെയറില്ലേ, ഓഡിയോ സിസ്റ്റത്തിനകത്ത് പ്ലേ ചെയ്തിരുന്നതായിരുന്നു ഈ ആംബിയൻസ്, ട്രെയിനിൻ്റെ ആംബിയൻസ്. യൂട്യൂബിനകത്ത് നിന്ന് അത് പ്ലേ ചെയ്തതാണ് ആംബിയൻസ്. ഇത് വടയെന്ന് അയാൾ തന്നെ ഇടയ്ക്കൂടെ വടേ എന്ന് പറഞ്ഞാണെന്ന്. അപ്പോൾ എന്നെ ബഫൂണാക്കിക്കൊണ്ടിരുന്നതായിരുന്നു. ഈ അവിധങ്ങളെല്ലാം കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. കാരണം അതിൻ്റെ ആ ആദ്യ സുഖമൊക്കെ കഴിയുമ്പോൾ പിന്നെ അവർക്ക് മടുപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം വീണ്ടും തിരിച്ച് ഫിറോസിൻ്റെ അടുത്ത് വരുന്നത്. ഫിറോസിൻ്റെ അടുത്ത് വന്നിട്ട് വീണ്ടും അവരെക്കുറിച്ച് കുറ്റം പറയും. അയാൾ ശരിയല്ലായിരുന്നു, അയാൾ മോശമായിരുന്നു, അയാളോട് പക്ഷേ എനിക്ക് ഇഷ്ടമുണ്ട്, പക്ഷേ അയാൾ മോശക്കാരനായിപ്പോയി എന്ന രീതിയിൽ ഫിറോസിൻ്റെ അടുത്ത് പറയും. ഇത് തന്നെ ആയിരിക്കും ഫിറോസിനെ കുറിച്ച് മറ്റടുത്ത് പോയി പറയുകയും ചെയ്തത്. ഫിറോസ് ഒരു മോശക്കാരനാണ്, ഫിറോസ് ഇങ്ങനെയാണ്, പക്ഷേ ഫിറോസ് ഖാനോട് ഇഷ്ടമുണ്ട്, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നു എന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്നാണ് എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലാവുന്നത്. എന്തായാലും കഴപ്പ്, അല്ലാതെ വേറൊന്നുമില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പുറത്ത് പറഞ്ഞാലുള്ള നാണക്കേടുകൾ, ഇങ്ങനെയുള്ള പല പല വിഷയങ്ങളുണ്ട്. രണ്ടാമത്തെ വിവാഹം, ഇതിനെല്ലാം കൂടി അവൾ ഒരുപാട് ഞാൻ സ്നേഹിച്ചു പോയി, ഭയങ്കരമായിട്ട് സ്നേഹിച്ചു. അപ്പോൾ ഇതൊക്കെ കാരണമാണ് ഇവളുടെ തെറ്റുകൾ പോലും ഞാൻ വീണ്ടും കാരണം ഇങ്ങനെ ഒരു സ്റ്റേജ് ഒരാൾക്കും ഇങ്ങനെ ഒരു പക്ഷേ തെറ്റുകൾ പുറത്തു കൊടുക്കാൻ പറ്റില്ല. ലക്ഷത്തിലൊക്കെ ഒരാൾക്ക് ചിലപ്പം പറ്റും. ഇങ്ങനെയൊക്കെ അവർക്കത് മനസ്സിലാവും എൻ്റെ ഈ ഫീലിങ്സ് എന്താണെന്നുള്ളത്. അങ്ങനെ ബിഗ് ബോസ് കഴിഞ്ഞ് വന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ സീരിയലിലൊക്കെ അഭിനയിക്കുന്നു. ഇപ്പോൾ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു കൃഷ്ണ മമ്മി എന്നാണ് വിളിക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ പരിചയപ്പെടുന്നിട്ട് ട്രിവാൻഡ്രത്തുള്ള അവരുടെ ഫ്രണ്ടാണ് വിമൽ, RS വിമൽ. അവന് മീറ്റു കേസിലൊക്കെ അവന് നേരത്തെയും അവന് പിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ RS വിമൽ എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന് പറഞ്ഞൊരു പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പടം മാത്രമേ ഡയറക്റ്റ് ചെയ്തുള്ളൂ. അതിൻ്റെ പ്രൊഡ്യൂസർ കുത്തുവാള എടുത്തെങ്കിലും ഇവൻ അതിൽ നിന്ന് കോടികളുണ്ടാക്കി ഫ്ലാറ്റ് വാങ്ങി സ്റ്റുഡിയോ ഉണ്ടാക്കി ആ ഫ്ലാറ്റിനകത്ത് ഏകദേശം 1 കോടിയോളം വരുന്ന തന്നെ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് ആ പ്രൊഡ്യൂസറെ കുത്തുവാള എടുപ്പിച്ച് വിട്ട് 10 വർഷമായിട്ട് അടുത്ത പടം ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പക്ക ഫ്രോഡാണ്. ഓരോ പടങ്ങളുടെ ട്രailer ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ പടങ്ങളിൽ ചാൻസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ത്രീകളെ വിളിച്ചിട്ട് ഉപയോഗിക്കലാണ് എൻ്റെ പരിപാടി. അങ്ങനെ സജിനയും അവനുമായിട്ട് പ്രണയത്തിലാവുന്നു. അവരുടെ പ്രണയത്തിലായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാനത് പിടിക്കുന്നത്. അപ്പോൾ പിടിക്കുമ്പോഴത്തേക്ക് ഇവർ അതിന് മുമ്പേ തന്നെ പലയിടത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നു. ഇതിലൊരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ട് അവിടെ വെച്ച് കണ്ടിട്ട് അവരാണ് എൻ്റെ സത്യത്തിൽ വിളിച്ചു പറയുന്നത്. അതായത് ട്രിവാൻഡ്രത്ത് ലേക്ക് വ്യൂ ഐലൻഡ് റിസോർട്ട് അവിടെ വെച്ചിട്ടാണ് ഇവർ ആ റിസോർട്ടിൽ വെച്ചിട്ട് ഇവരെ കാണുന്നു. അങ്ങനെ അവിടുന്ന് എന്നെ ഇങ്ങനെ വിളിച്ചു പറയുന്നു. അങ്ങനെയാണ് ഞാൻ പിടിച്ചത്. അത് വലിയ വിഷയമായിട്ട് ലാസ്റ്റ് ഇവന് പേടിയായിട്ട് ഇവനെ ലോക്ക് ചെയ്യുന്ന പേടിയായിട്ട് അവൻ അവിടെ നിന്ന് എസ്കേപ്പായി. അപ്പോൾ ഈ സജിന ഇതൊക്കെ ഒരു കൂളായിട്ടാണ് കാണുന്നത്. അവൾക്ക് അപ്പോഴത്തേക്കങ്ങ് നല്ല ധൈര്യം, അവൾക്ക് എന്ത് വന്നാലും ഇനി കൂസലില്ലാത്ത രീതിയിൽ അവൾ വലിയ ആർട്ടിസ്റ്റായി മാറി എന്നുള്ളത്. അതിനൊരു കാരണമുണ്ട്. ഓരോ അമ്മമാരുടെ കൂടെയും ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വരുമ്പോഴൊക്കെ ഫിറോസ് ഖാൻ സ്വീകരിക്കാനുണ്ട്, ഫിറോസ് ഖാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളൊരു രീതി വരുമ്പോൾ വീണ്ടും പെണ്ണുങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഒരുപക്ഷെ ഫിറോസ് ഖാൻ പറയാത്തതായിരിക്കാം, പലതും അവരുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. എന്നിരുന്നാലും ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കുമ്പോൾ വീണ്ടും ഫിറോസ് ഖാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് സജിനെ പേടിച്ചാണ് എന്നുള്ള രീതിയാണ് ഫിറോസ് ഖാൻ പറഞ്ഞു വയ്ക്കുന്നത്. കാരണം നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ, ഇല്ലെങ്കിൽ തനിക്കേറെ എന്തെങ്കിലും പീഡനക്കേസ് വരുമോ, മകളുടെ പേരിൽ എന്തെങ്കിലും പീഡനക്കേസ് കൊടുക്കുമോ എന്നുള്ള പേടി കൊണ്ടും, അതുപോലെ തന്നെ തൻ്റെ കുട്ടിയെ നോക്കണം എന്നുള്ള ഒരു വിചാരം വന്നതുകൊണ്ടും, അതിലുപരി ഫിറോസ് ഖാന് സജിനെ ഇഷ്ടമായതുകൊണ്ടും ആയിരിക്കാം ഇത് വീണ്ടും അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയത്. പക്ഷേ അത് ശരിയായുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് എവർക്കെന്തായാലും വീണ്ടും ചാടിപ്പോവാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന പോലാണ് എനിക്ക് തോന്നിയത്. കൊണ്ടുവരിക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ കഥയെന്ന് പറഞ്ഞത് ഈ ലക്ഷ്മി അത്യാവശ്യം എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ചില വീഡിയോകളും എൻ്റെ കയ്യിലുണ്ട്, ഗൾഫിൽ വെച്ചിട്ട് ഉപയോഗിച്ചതിൻ്റെ വീഡിയോ ഉണ്ട്. അതുപോലെ തൽക്കാലം ഞാൻ വിടുന്നില്ല അത്. അപ്പോൾ ഈ ലക്ഷ്മിക്ക് കുറച്ച് ടീമുകളുണ്ട്. ലക്ഷ്മി അറിയായിരിക്കും, ബിഗ് ബോസിലെ ലക്ഷ്മി ഹെവി ടീമുകളോട്ടാണ്. എല്ലാം ക്രിമിനൽസും പിന്നെ ഗുണ്ടകൾ, വലിയ സാമ്പത്തികമായിട്ടുള്ള ഹെവി പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ടാണ് ഇവർക്ക് ഭയങ്കര കമ്പനി. ഇവർക്ക് ഈ കാലിക്കട്ട് ഒരു ടീമുണ്ട്. അതിനകത്ത് ഉബൈദ് എന്ന് പറഞ്ഞിട്ട് ഒരാളുമായിട്ട് പ്രണയത്തിലാണ്.
അങ്ങനെ അയാളെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ പോകുമ്പോൾ ഇവളുടെ കാർ ഇവൾ തന്നെ ഡ്രൈവ് ചെയ്ത് പോന്ന് കൂട്ടായിട്ട് അവളുടെ അതേ ക്യാരക്ടറാണല്ലോ സജനെ, അവരെ കൂടെ പിടിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ്. കൊടൈക്കനാൽ കിട്ടുന്ന ആ സംഭവം മാജിക് മഷ്റൂം ഇതൊക്കെ അടിക്കുക, ഇവർ മറ്റ് പല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, ഇങ്ങനെ അവർ എൻജോയ് ചെയ്ത് വേറൊരു ലോകത്താണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വേദനയൊക്കെ നമുക്ക് അടിച്ചു പിടിച്ച് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഈ ഉബി, അതായത് ലക്ഷ്മിയുടെ ലവർ ഉബിയുടെ സുഹൃത്താണ് മാനു സീക്കോ, ബിസിനസ് എന്ന് പറയും. പിന്നെ പല ഇല്ലീഗൽ പരിപാടിക്കും പുള്ളി പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഈവൻ ഗോൾഡ് കടത്തിന് പോലും പുള്ളി പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിയും ഇവളുമായിട്ട് പക്ക പ്രണയത്തില്ല. ഇവൾക്ക് ഒന്നാമത് ഈ ഗുണ്ടകളെ പോലെയുള്ളവരും ഇങ്ങനെയുള്ള ഫ്രോഡുകൾക്ക് എപ്പോഴും ഫ്രോഡുകളെയാണല്ലോ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ള ഇഷ്ടം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ രാത്രി 12 മണി ഇവർ ഇങ്ങനെ ലക്ഷ്മിയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളത് കണ്ട് ആകെ ഇറിറ്റേറ്റഡ് ആയിരിക്കുക. രാത്രി 12 മണിയായപ്പോഴത്തേക്ക് ഇവൾ പോകാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതായത് ലക്ഷ്മി അവിടെ എത്തിക്കഴിഞ്ഞു, ഇവർക്ക് പോകണം. അപ്പോൾ ആ രാത്രി ഒരു ബസ്സുണ്ട്, അപ്പോൾ അതിനകത്ത് ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് ഇവൾ പോകണം. ഞാൻ വിടത്തില്ല, കാരണം എനിക്കറിയാം പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ മാനുവിനെ കാണാനും അങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെയുള്ള ഇതെനിക്കറിയാം. ഞാൻ വിടുന്നില്ല. പക്ഷേ അവൾ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കി, കഴുത്തി കത്തി വെച്ച് ഭയങ്കര വിഷയം ഉണ്ടാക്കിയിട്ട് എന്നെക്കൊണ്ട് ഞാൻ വണ്ടിയിൽ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി. എന്നിട്ട് ഞാൻ നോക്കി ചെയ്യുകയാണ് ഈ കോഴിക്കോട്ട് കൊണ്ട് ഇപ്പം നിങ്ങൾ പറയും നിനക്ക് പോയി ചത്തൂടെയെന്ന് ചോദിക്കും. പക്ഷേ അത് ആ സാഹചര്യം വരുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ഞാനത് നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ചെന്നിട്ട് ഈ മാനു ഒന്ന് പിക്ക് ചെയ്യുന്നു. ഒരു താറ് വണ്ടിയായിരുന്നു, ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിനകത്ത് ഇരുന്നുകൊണ്ട് ഇവർ നൈറ്റ് ഡ്രൈവിന് പോവുകയാണെന്ന് എന്നെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കും. അപ്പം മോനും ഞാനും അവിടെ ആ രാത്രിയിൽ ഈ വീഡിയോ കോളും കണ്ടുകൊണ്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ അത്ര ക്രൂരയാണ്. അവളുടെ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെ വേണമെങ്കിലും കളിക്കും. വേറൊരാൾക്ക് എന്ത് സംഭവിക്കുന്നു, വേറൊരാളുടെ വേദന എന്താണ്, അങ്ങനെ ഒരു ചിന്ത അവൾക്കില്ല. എനിക്കറിയില്ല ഇതിനൊക്കെ എന്ത് പറയണമെന്ന്. ഇത് 1 അല്ല 2 അല്ല 3 അല്ല, ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഫിറോസ് ഖാൻ നല്ല രീതിയിലൊന്നും എതിർക്കുന്നുമില്ല. ഫിറോസ് ഖാൻ പറയുന്നത് ആ സാഹചര്യം അങ്ങനെയാണ്, നിങ്ങളും ആ സാഹചര്യത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾക്കും അതുപോലുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുന്നതെന്നാണ് ഫിറോസ് ഖാൻ പറയുന്നത്. പക്ഷേ എന്നെപ്പോലുള്ളവർക്ക് ഇതൊക്കെ വെച്ച് ഉറപ്പിക്കുമെന്ന് പോലും അറിയത്തില്ല. അവരൊക്കെ ഫിറോസ് ഖാൻ്റെ കൂട്ടായിരിക്കില്ല തീരുമാനം എടുക്കുന്നത്. എന്തായാലും വീണ്ടും ആവർത്തിക്കുകയാണ്. പിന്നീട് പൂക്കുട്ടിച്ചേട്ടൻ വരുന്നുണ്ട്. പൂക്കുട്ടിച്ചേട്ടൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ് ഫിറോസ് ഖാൻ പൂക്കുട്ടിച്ചേട്ടൻ്റെ സഹോദരൻ്റെ അടുത്ത് വരെ ചെന്ന്. പക്ഷേ പൂക്കുട്ടിച്ചേട്ടൻ്റെ സഹോദരൻ പറയുന്നത് എൻ്റെ റസൂൽ അങ്ങനൊന്നും അല്ല, എൻ്റെ റസൂൽ മാന്യനാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന റസൂൽ വേറെ എങ്ങനോ ആയിരിക്കും. ഇനിയിപ്പോൾ എൻ്റെ മകൻ ഇങ്ങനെ പോയെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും, പക്ഷേ റസൂൽ അങ്ങനെ പോകുമെന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കത്തില്ല എന്നാണ് പൂക്കുട്ടിച്ചേട്ടൻ്റെ സഹോദരൻ പറയുന്നത്. എന്തായാലും ഇപ്പം പൂക്കുട്ടിച്ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകുന്ന ആ വീഡിയോ ഒക്കെ ഇപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്, അതൊക്കെ പുറത്താക്കിയിട്ടുണ്ട്. എൻ്റെ തകർച്ച കൊണ്ടാണ് ഞാൻ ഇവിടെ വരേണ്ട അവസ്ഥ വന്നത്. നാളെ നിങ്ങൾക്ക് വരുന്ന മനസ്സിലോട്ട് മുന്നിൽ ഞാൻ തകർന്നിരിക്കുകയാണ്. ഇത് ഇദ്ദേഹമാണ് കാരണം എന്നുള്ളത് എൻ്റെ അള്ളാഹുവാണ് സത്യം. നിങ്ങളുടെ സമയം പറയുകയാണ്, ഇദ്ദേഹമാണ് എൻ്റെ ജീവൻ. ഞാൻ ഇന്നൊരു മീഡിയയിൽ പറഞ്ഞില്ല, ഞാൻ പക്ഷേ നാളെ പറയേണ്ടി വരുന്നത് ഇതോടെ നിർത്തിച്ചാണ്. ഇനി ആവർത്തിക്കരുതെന്ന് മാത്രം പറഞ്ഞു. നിങ്ങൾ ഒരു കാരണവശാലും സംഭവിച്ചില്ല. ഞാൻ എഴുതി തരാം, മുദ്രപത്രം എഴുതി തരാം. എനിക്ക് എന്നെ മോനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല, എൻ്റെ അനിയനെ പറയാൻ ഇതല്ല. പക്ഷെ എൻ്റെ അവസ്ഥ ഇതായത് എന്താണ് ഇവിടെ വരേണ്ടി വന്നത്. ഞാൻ പുള്ളിയുടെ കൂടി സംസാരിച്ചു. ഇത് നിങ്ങളുടെ കൂടെ വന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. ശരിയാണ്, സഹോദരൻ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ടായിരിക്കാം 1 ആയി 2 ആയി 3 ആയി. 3ാമത്തെ ഗർഭത്തിൽ ഇപ്പോൾ പൂക്കുട്ടിച്ചേട്ടൻ കുടുങ്ങിയെന്ന് തന്നെ പറയാം. അത് ചിലപ്പം സഹോദരൻ പറഞ്ഞത് കേട്ടതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇങ്ങനെ വന്നത്. ഇപ്പം സഹോദരൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ സഹോദരൻ ഇപ്പം എല്ലാം മനസ്സിലായി കാണും. സഹോദരൻ ഇനി പറയത്തില്ല എൻ്റെ റസൂൽ അങ്ങനെയുള്ള റസൂലല്ല എന്ന്. ആ അവസ്ഥ പൂക്കുട്ടിച്ചേട്ടൻ സഹോദരൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചേട്ടന്മാർ സഹോദരങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. പക്ഷേ അവരുടെ ഒരു വിശ്വാസം, കാരണം ഇയാൾ ഒരു തെറ്റും ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് അവർ. കാരണം ഇവൻ്റെ ഈ ക്രിമിനൽ ബുദ്ധികൾ ഇപ്പോൾ അവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും, അറിയാം അവർക്ക്. കാരണം ഇവന് പല സ്ഥലത്ത് എനിക്കിപ്പോൾ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അതിലൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ പാലക്കാട് നിന്ന് ഒരു പെണ്ണുമായിട്ടും പ്രണയത്തിലാണ്. ഓരോ ജില്ലയിലോരോ ലേഡീസുണ്ട് ഇവന്. ഇത് കേരളത്തിലെ മാത്രം സംഭവമാണ്. അപ്പോൾ പുറത്തുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. കാരണം ഇവനെ കണ്ടു കിട്ടാൻ ഇത്തിരി പാടാണ്. ഇവനെ പലപ്പോഴും റസൂലിനെ വിളിച്ച് ഞാൻ വാൺ ചെയ്യുന്നു. അങ്ങനെ ഇവനെ എനിക്ക് കണ്ടു കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ചലച്ചിത്ര അക്കാദമിയിലെ ചെയർമാനാണല്ലോ. അങ്ങനെ അതിൻ്റെ ഒരു ഫെസ്റ്റിന് ഇവനവിടെ വരുമ്പോഴാണ് ഞാൻ ആ സ്റ്റേജിൽ ചെന്ന്. അന്ന് ഫ്രണ്ട് നിരയിൽ സജിനെ ഇരിപ്പുണ്ട് അവിടെ. ഞാൻ ഇവനോട് വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് നേരെ കയറി സ്റ്റേജിൽ കയറി. അപ്പോഴത്തേക്ക് സജിനയെ ഞാനോട്ടൊക്കെ ഓൾമോസ്റ്റ് ഈ അടുത്തിടയ്ക്കല്ലേ ഓൾറെഡി പിരിഞ്ഞ് തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഇവൻ ഇത്ര ഡാമേജ് ചെയ്തിട്ട്, കാരണം എത്ര പ്രാവശ്യം അവനെ വിളിച്ച് പറഞ്ഞ് എൻ്റെ വീട്ടിൽ പോയി. ഇതെല്ലാ പ്രോസസ്സുകളും അന്നോട്ടേ 4 വർഷമായിട്ട് നടന്നുകൊണ്ടിരുന്നതായിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു,
അതിനകത്ത് കയറി അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ എനിക്കിട്ട് പണി തന്നിട്ട് മറ്റാണുങ്ങളൊക്കെ വെറും കിഴങ്ങന്മാരാണെന്നുള്ള നിൻ്റെ ഈ തോന്നൽ, നീ എന്തായാലും കുടുംബമായിട്ട് സുഖമായിട്ട് ജീവിക്കില്ലേ, അത് നാളെ ഒരിക്കൽ ഇതെല്ലാം കണ്ടുകൊണ്ട് മേളിലൊരാളുണ്ട്, അയാൾ ഉറപ്പായിട്ടും നിനക്ക് പണി തരുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല ഇന്ന് ഇങ്ങനെ വന്നൊരു വീഡിയോ ചെയ്യേണ്ടി വരും എന്നുള്ളത്. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണവും ഇവർ തന്നെയാണ്. ഈ വീഡിയോ നമ്മൾ കണ്ടതാണ്, പക്ഷേ സംഭാഷണം എന്താണെന്നോ എന്താണ് ചോദിച്ചതെന്നൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. എന്തായാലും ഫിറോസ് അക്കാര്യങ്ങളൊക്കെ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷമാണ് ഫിറോസ് ഖാൻ നേരെ അവർ തിരിയുന്നത്. പൂക്കുട്ടിച്ചേട്ടൻ്റെ ഭാവിയെല്ലാം പോകും, പൂക്കുട്ടിച്ചേട്ടൻ്റെ പ്രസ്റ്റീജ് പോകും, നാട്ടുകാരറിയും, വീട്ടുകാരറിയും, എൻ്റെ ഓസ്കാറിൻ്റെ മഹത്വം കുറയും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെ ആയിരിക്കാം പൂക്കുട്ടിച്ചേട്ടൻ ഫിറോസ് ഖാൻ നേരെ പണിയെടുക്കാൻ സ്വന്തം ഭാര്യയായ അല്ലെങ്കിൽ മുൻ ഭാര്യയായ സജിനയോട് തന്നെ പറയുന്നത്. സജിനയ്ക്ക് പിന്നെ അതൊരു പുത്തരിയല്ലല്ലോ. ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയോട് അവർക്ക് എന്ത് ബാധ്യതയാണുള്ളത്, എന്ത് കടപ്പാടാണുള്ളത്? ഒരു ഭർത്താവ് 10 വർഷം അവൻ്റെ കൂടെ താമസിച്ചു, അതിൻ്റെ ഇടയ്ക്ക് 10 ബന്ധം എനിക്ക് വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആ രീതിയിലുള്ളൊരു ബന്ധം അത് തന്നെയാണ് സജിനയ്ക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പൂക്കുട്ടി കേസ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പം സജിന കേട്ടത്. എന്തായാലും ആ ഫോൺ റെക്കോർഡ് ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്, അതും ഫിറോസ് ഖാൻ പുറത്ത് വിടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക, ഫിറോസിനെതിരെ എത്രയും പെട്ടെന്ന് ഒരു ലീഗലി ഫിറോസിനെതിരെ കേസ് ഫയൽ ചെയ്യാമെന്ന് സജിനയുടെ ഉമ്മയോട് റസൂൽ പൂക്കുട്ടി പറയുന്നതാണ്. കേട്ടല്ലേ? ഈ വീഡിയോകൾ ഇങ്ങനെ ഇട്ടിട്ട് ഇവരുടെ അഭിമാനം നശിപ്പിക്കാതെ അതിനെതിരെ നിർത്തുക. ഇവൻ ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇതിനെല്ലാം ഞാൻ കൂടെ നിൽക്കാം. ഇനി നിങ്ങൾ ഒറ്റയ്ക്കാണോ സംസാരിക്കുന്നത്? ഉമ്മി സജിനാട് ഉമ്മയുടെ അതേ പ്രായം തന്നെയാണ് ഈ കള്ളക്കളവനും. ഉമ്മയ്ക്ക് എന്ത് തോന്നുന്നു? ഇത് ശരിയായ രീതിയിലാണോ? എങ്ങനെ ഇത് രണ്ടുപേരും, നിങ്ങൾ രണ്ടുപേരും കൂടെ ഉൾപ്പെട്ടല്ലേ? അപ്പൊ രണ്ടുപേരുടെയും കയ്യിലും തെറ്റുണ്ട്. ഇത് ശരിയാണെന്ന് ഞാൻ പറയത്തില്ല, നിങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ തെറ്റ്. റസൂൽക്കുട്ടി ഒരാൾ മാത്രം വിചാരിച്ച് വീണ്ടും ഞാൻ ഒരാളെ മാത്രം തെറ്റ് പറയുന്നില്ല. പക്ഷെ മറ്റേ സംഭവം പോയി എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ മൂന്നാമത്തെ സംഭവം ഉണ്ടാകത്തില്ലായിരുന്നു. ഞാനത് പ്രിക്കോഷൻസ് എടുത്തതിന് പ്രിക്കോഷൻ എടുത്തതിന് എന്താണ്? എന്നോട് പറയാതെ എന്നെ നിർബന്ധപൂർവം ഞാൻ പറയാം, എന്നോട് പറയാതെ വീണ്ടും ഇതിലേക്ക് കൊണ്ടുപോയിട്ടല്ലേ ഉണ്ടായത്. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ പ്രിക്കോഷൻ എടുത്തില്ല. ഈ സംഭാഷണം കേട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് പൂക്കുട്ടിക്ക് അബദ്ധം പറ്റിയതാണെന്ന് തോന്നില്ല. പൂക്കുട്ടി ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പൂക്കുട്ടിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം സജിനായിട്ടൊരു പിണക്കമൊക്കെ വരികയും അവർ തമ്മിൽ തെറ്റാൻ തുടങ്ങിയതുമൊക്കെ. ഒരുപക്ഷെ അവിടെയും കഴപ്പ് തീർന്നു എന്ന് തന്നെ പറയാം. കഴപ്പ് തീരുമ്പം പിന്നെ വേണ്ടല്ലോ. കഴപ്പ് മൂത്തിരിക്കുമ്പോഴല്ലയോ ഇതൊക്കെ ആവശ്യം. കഴപ്പെല്ലാം പോയി കഴിയുമ്പം പിന്നെ ഇത് വേണ്ട എന്നുള്ള തോന്നൽ വരും. ഈ നിമിഷം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ നിങ്ങളെ രണ്ടാമത് കുഞ്ഞുണ്ടായത് ആദ്യം ഒരു കുഞ്ഞിനുണ്ടാക്കി എനിക്ക് അബോർട്ട് ചെയ്ത് തന്നു. അബോർട്ട് ചെയ്ത് ഞാൻ അത് അബോർട്ട് ചെയ്ത് കളഞ്ഞു. രണ്ടാമത് ഈ പൂർണ്ണമായപ്പം അത് 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും, നിങ്ങൾ എനിക്ക് മെഡിസിൻ തരാൻ തുടങ്ങിയതും, എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിലെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്. ഒരു പ്രാവശ്യമേ ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് ഷാദിത്ത ഉള്ള സമയത്തെന്ന് പറയുന്നത് പുള്ളിയുടെ വൈഫാണ് ഷാദി. ഷാദിത്ത ഉള്ള സമയത്താണ് ബലമായിട്ട് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടാണ്ടായല്ലോ കുഞ്ഞൊരു കുഞ്ഞുണ്ടായത്. അതാണല്ലോ റസൂൽക്ക നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞേക്ക് പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂൽക്ക. ഇനി എനിക്ക് ഇനിയിപ്പോ എനിക്ക് എനിക്ക് പറ്റത്തില്ല അമ്മ. ഞാൻ അതായത് റസൂൽ പൂക്കുട്ടിയുടെ ലീഗലിയുള്ള വൈഫ് അതാണ് ഷാദി. ആ ഷാദിയത്തെ അടുത്ത് ആ വിഹിതത്തിലുണ്ടായ കുഞ്ഞിൻ്റെ കാര്യം പറയണമെന്ന്. അവർക്കൊന്നാമതേ ക്യാൻസറായിട്ടുള്ള ഒരു പേഷ്യൻ്റാണ്. അതൊക്കെ പറഞ്ഞ് അവർ
അല്ല ഞാൻ ചോട്ടെ, ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയെടുത്ത് നേരത്തെ പറഞ്ഞു നിങ്ങൾ. ഞാൻ സജിന ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് അടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം ഇവിടെ പോയി അവിടെ എല്ലാം അതിന്റെ എല്ലാം തെളിവുണ്ടായിരിക്കുമല്ലോ. ആ മറ്റേ വിവാന്ത കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പം ഇതെന്നെ അന്നേരം നിങ്ങൾ ശരിക്കും എന്നെ ട്രാപ്പ് ചെയ്യായിരുന്നു. നിങ്ങൾ പറഞ്ഞ കണക്ക് ശരിക്കും നിങ്ങള് മറ്റേ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന കണക്ക് വേറെ ട്രാപ്പുകൾ പോലെ എന്നെ അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുവാണോ അന്നേരം? ഇപ്പൊ കുറച്ച് മിനിറ്റ് ഉമ്മടുത്ത് പറഞ്ഞല്ലോ നിങ്ങള്. അത് സജിന നിർബന്ധിച്ച ഉമ്മ. ഞാൻ സജിനയുടെ ഉമ്മ എന്നോട് അവൾ പറഞ്ഞില്ല, പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഞാൻ പ്രിക്കോഷൻ എടുത്തിരുന്നാണ് പറഞ്ഞത്. മറ്റേത് പോയി എന്നുള്ള കാര്യം പറഞ്ഞില്ല. ഞാൻ പറയുന്നുണ്ടല്ലോ, എനിക്ക് നിങ്ങളെ കുഞ്ഞിനെ എനിക്ക് ആവശ്യമാണ്, നമ്മൾ അത്രയും ആഗ്രഹിച്ചതാണ്, അന്നേരം പോയെന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ്. അത് ഞാൻ പറയുന്നുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞില്ല എന്നുള്ളത് തെറ്റാണെങ്കിൽ ആൾക്കാർ പറഞ്ഞോട്ടെ. ഇത്രയും നാൾ ഞാൻ നിങ്ങളോട് ജീവിച്ചില്ലേ, അപ്പം എനിക്ക് അത് എന്റെ അവകാശമാണത്. അത് ആ കുഞ്ഞുണ്ടായ സമയത്ത് ആദ്യത്തെ ഒരു കുഞ്ഞിനെ കളഞ്ഞു, രണ്ടാമതൊരു കുഞ്ഞ് പോയി. പക്ഷെ അതെനിക്കിനി വീണ്ടും എനിക്കൊരു പേടി ആ കുഞ്ഞ് മാത്രം. എനിക്കിനി ഒരു ജീവിതം വേറൊരാണുമായിട്ട് ഇല്ലതാണ്. അപ്പം എനിക്ക് എന്തായാലും എന്റെ ലൈഫിൽ എനിക്ക് നോ പറയണ്ടല്ലോ. എല്ലാവരും എന്നെ സംസാരിച്ചു. ഇതൊക്കെ വെറും സജിനയുടെ അഭിനയം മാത്രം. ഇനി വേറൊരാളില്ല, എനിക്ക് കുഞ്ഞു വേണം, ലൈഫിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇനിയുള്ളത്, വേറെ ആരുമില്ല, ഇനി എനിക്കൊരു ജീവിതം വേണ്ട, ഇങ്ങനെയാണ് മിക്കവാറും ഉള്ളവരുടെ അടുത്തെല്ലാം പറയുന്നത്. അവിടെയൊക്കെ 3 കോടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലൈഫിൽ നിന്ന് പോവും, അടുത്ത ആളെ കിട്ടുമല്ലോ, പിന്നെ പണത്തിനൊരു വിഷയം കാണത്തില്ലല്ലോ. ഇവിടെ പണം തന്നെയാണ് മെയിൻ. ഇവിടെ പൂക്കുട്ടിച്ചേട്ടനുമായിട്ടുള്ള ഇങ്ങനൊരു ബന്ധം സ്ഥാപിച്ചതും ഒരു ഗർഭമൊക്കെ വന്നതും പണത്തിന് തന്നെയാണ്. പണം വന്നേ പറ്റത്തുള്ളല്ലോ. കാരണം പൂക്കുട്ടിച്ചേട്ടൻ ഓസ്കാർ ആണല്ലോ. ഓസ്കാറിൻ്റെ മഹിമ പോവാതിരിക്കാൻ പണം വേണമല്ലോ. അതുകൊണ്ട് തന്നെ ഈ സജിന ഈ ഗർഭം കാണിച്ച് പൂക്കുട്ടി ഇതിലേക്ക് പിടിച്ചിട്ടു എന്ന് തന്നെ പറയണം. ഇവിടെ പൂക്കുട്ടി ചേട്ടനോട് പറയുന്നുണ്ട് ഇനി വേറൊരു ബന്ധം കാണത്തില്ല എന്ന്. അതൊന്നും അല്ല, പൂക്കുട്ടി ചേട്ടനോട് ഇരിക്കുമ്പോൾ തന്നെ പല വേറെ ബന്ധങ്ങളും ഉണ്ട് എന്ന് തന്നെ ഫിറോസ് ഖാൻ ഇപ്പോൾ പറയുന്നുണ്ട്. ഇനി വേറൊരു ആളുമായിട്ട് എനിക്ക് ജീവിതം ഇല്ല എന്ന് ഇവൾ പറയുമ്പോഴും പാരലായിട്ട് ഒരു 1-2 പേരുമായിട്ട് ഇവൾ കണക്ഷൻ ഉള്ളതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്, ഐ വിറ്റ്നസ് ഉണ്ട്. അതായത് രാഹുൽ എന്ന് പറഞ്ഞൊരു പയ്യൻ, അത് എനിക്കും അറിയാവുന്ന, നേരത്തെ അറിയാവുന്ന ഒരുത്തനാണ്. ഇവളുടെ ആംഗ്ലേ എന്ന് പറഞ്ഞിട്ടാണ് പലരെയും പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഇവളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഇവനെ കൊണ്ടുപോവുകയും ലാസ്റ്റ് അവനുമായിട്ട് ബെഡ് ഷെയർ ചെയ്തത് ആ വീട്ടുകാർ അത് കണ്ടുപിടിക്കുകയും അങ്ങനെ ഇവൾ കരഞ്ഞ് കാറി പിടിച്ച് അത് പറ്റിപ്പോയതാണെന്നൊക്കെ പറഞ്ഞു. പറ്റിപ്പോയതാണെന്നും അവൾ നേരത്തെ പറഞ്ഞാണ് അയാളിരിക്കുന്ന സാധനം 2 പേരും വിചാരിച്ചാലല്ലേ നടക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ രാഹുൽ എന്നാണ് അവൻ്റെ പേര്. പിന്നെ കിളിമാനൂരുള്ള ഒരു സിദ്ദീഖ്, ദുബായിലുള്ള അമീൻ മന്നൻ. ഇതിൻ്റെയൊക്കെ ഇത് വെറുതെ പറയുന്ന പേരല്ല. ഇത് കേസുമായിട്ട് പോവുകയാണെങ്കിൽ, നാളെ ഇവരൊരു കേസുമായിട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ഐ വിറ്റ്നസ്, ഓഡിയോ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ എവിഡൻസും എൻ്റെ കയ്യിലുണ്ട്. സജിന എന്തിനു വേണ്ടിയാണ് ഈ കാണിക്കുന്നതെന്നും ഫിറോസ് ഖാൻ ജീവിച്ചിരിക്കണമെന്നും സജിനയ്ക്ക് ആഗ്രഹമുണ്ടെന്നോ ഫിറോസ് ഖാൻ മരിച്ചാലും ഒരു കുഴപ്പവുമില്ല എന്നുള്ള രീതിയിലാണ് സജിനയുടെ ഈ പോക്ക്. എന്നിട്ട് പറയുന്നത് മറ്റൊരു തരത്തിലാണെന്ന് മാത്രം. അവിടെ പണം മാത്രമാണ് എനിക്ക് ആവശ്യം, എൻ്റെ സുഖം, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന രീതിയിൽ പറയുന്ന വോയിസ് വരെ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സജിനയുടെ ഉദ്ദേശം പണം മാത്രമാണ്. ഇനി ഇങ്ങനെയുള്ള ആളുകൾ പോവുകയാണെങ്കിൽ പണം ഉണ്ടെങ്കിൽ പൊയ്ക്കോളൂ, അല്ലെങ്കിൽ പണി കിട്ടും. എന്തായാലും ആ വോയിസ് റെക്കോർഡ് ഇപ്പം ഫിറോസ് ഖാൻ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. അതും കൂടെ കേട്ടു നോക്കാം. എനിക്ക് ഗുണമാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു പണം കണ്ട് ഒരുത്തിൻ്റെ കൂടെ ഒളിച്ചോടിയപ്പോഴത്തേക്ക് ഞാൻ പണം കണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് പണം വേണ്ടത്. സത്യമല്ലേ? ആണല്ലോ, സത്യമല്ലേ? നിക്കാരം കഴിഞ്ഞു. നിങ്ങൾ നോക്കിയോ, ഫേസ്ബുക്കിൽ എന്റെയും എന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഞാൻ ഇപ്പൊ ഇടാൻ പോവുക. അയ്യോ, നീ ഫേസ്ബുക്കിൽ ഇടല്ലേ, നാണം കെട്ടിയ ചാവും കേട്ടോ. എന്തിന്? അതാ പറഞ്ഞ ചാവ് നിങ്ങൾ പോയി. പോയി. അതാണ് ഏറ്റവും ഞാൻ നല്ലത്. ഏറ്റവും കൂടുതൽ നല്ലത് നിങ്ങൾ ചാവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൊച്ചുങ്ങളെ ഇട്ടിട്ട് ഒളിച്ചോടി പണക്കാരൻ്റെ കൂടെ പോയിട്ട് ജീവിക്കുന്നതാണോ ശരി? ശരി സജിന ആണ്. ഞാൻ ഇടപെട്ടെ, എനിക്ക് എന്റെ സുഖങ്ങളാണ് വലുത്. ഏത് ലെവലിൽ ഞാൻ കളിക്കുമെന്ന് എന്നെ എന്റെ ലെവലിൽ വിട്ടേക്ക്. ഞാൻ കേസ് കളിക്കാൻ വേണ്ടി നിൽക്കുമോ? നിങ്ങൾ എന്ത് വിചാരിക്കുന്നത്? ഏത് ലെവലിൽ ഞാൻ പോകും? അതെ, എനിക്ക് എൻ്റെ സുഖമാണ് വലുത്. അതിനുവേണ്ടി ഞാൻ ഏത് കളിയും കളിക്കും. ഒരമ്മ, 2 കുട്ടികളുടെ അമ്മ, എത്ര ഭർത്താക്കന്മാർ. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് സജിനയുടെ ഒറ്റ കുഴപ്പം കൊണ്ട് തന്നെയാണ് പല ബന്ധങ്ങളും ഇങ്ങനെയാവുന്നത്.
അവിടേക്ക് ആ 2 കുട്ടികളുടെ ഭാവി എത്ര അച്ഛന്മാരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ കണക്കില്ലാതെ പോവും. അതുപോലെ തന്നെ ഇനിയൊരു കുട്ടിയും കൂടെ വരികയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരു ഭാര്യ എന്നൊന്നും അവരെ പറയാക്കത്തില്ല. ഫിറോസ് ഖാൻ പറയുന്നതിൻ്റെ തൊട്ട് എൻ്റെ ഭാര്യ എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് വേറെ എന്തോ പോലെയാണ് തോന്നുന്നത്. ഇവരെയൊക്കെ എങ്ങനെ ഭാര്യ എന്ന് പറയാൻ പറ്റും? ആരുടെയെങ്കിലും ഭാര്യ എന്ന് പറയാൻ കഴിയുമോ? പണത്തിന് വേണ്ടിയും സുഖത്തിനും വേണ്ടിയും എന്തും ചെയ്യുന്ന ഒരു സ്ത്രീ, അല്ലാതെ വേറൊന്നും ഇതിനെ പറയാൻ കഴിയത്തില്ല. ഇവരവരുടെ കുട്ടികളെ പോലും നോക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഈ വീഡിയോയുടെ നിർത്തുന്നു. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.